എല്ലാ തവണ അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ അല്ലെങ്കിൽ മുട്ടക്കറി അല്ലേ ഉണ്ടാക്കുക, നീ ഒന്ന് മാറ്റി പിടിക്കും, ഫിഷ് മോളി ഉണ്ടാക്കുക, ഫിഷ് മോളി ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കാലെയാണ് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുന്ന് മീൻകാരൻ്റെയും കൂടി ഒരു തള്ള്. ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ്, അതും ആവൂലിയുടെ. അതും കൂടി കേട്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടാ, വാക്കുകൾ കയറിയില്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് ഫിഷ് മോളിയാണ് കേട്ടോ. പറഞ്ഞ പോലെ ആവൂലിയുടെ ഫിഷ് മോളി. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം, സൗണ്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അറിയാലോ. ഇപ്പം നമ്മുടെ ജലദോഷത്തിൻ്റെ സീസണല്ലേ, അത് കാരണം കൊണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണേ. അപ്പോൾ നമ്മൾ മീൻ ഇതേപോലെ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്മി വയ്ക്കുക. പിന്നെ അറിയാലോ ഇതിൻ്റെ ഒരു കളറും ടെക്സ്ചറും ഒക്കെ ഒരു മഞ്ഞ ഷെയ്ഡിലാണ് ഇരിക്കുക. അത് കാരണം കൊണ്ട് മുളക് പൊടീനെ മാക്സിമം അടുപ്പിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് ചെറുതായിട്ടൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, നല്ലോണം ഹാർഡ് ആവണ്ട കേട്ടോ. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു ഇച്ചിരോടെ എണ്ണയും കൂടി ഒഴിച്ച് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ ഇടുക. ഓരോന്നിനും ഓരോ രീതിക്ക് അറിയാമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫിഷ് മോളിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചൊന്നും ഇടണ്ട, ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടാൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പില ഇടുക, പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയെ നമുക്ക് അവസാനം ഇടാം. എന്നിട്ട് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലില്ലേ അതൊഴിച്ച് തിളച്ച് വരുമ്പോൾ തക്കാളി ഇടുക. തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന മീനിനെ അങ്ങോട്ട് എടുത്തിടുക. നല്ലോണം ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലൊക്കെ അതിനകത്തേക്ക് നല്ലോണം പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വെച്ച് അങ്ങ് തിളപ്പിക്കുമ്പോൾ തേങ്ങാപ്പാൽ മീനിലേക്ക് പിടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തക്കാളി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ സെറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഘട്ടം ആ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തളവന്ന് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത തവണ നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിചാരിച്ച പോലെ അടിപൊളി ടേസ്റ്റാണേ.